Next, chapter 33. Chapter 33. Accounting ratios. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു ചാപ്റ്റർ 32. അതിന്റെ ബാക്കിയാണ് അക്കൗണ്ടിങ് റേഷ്യോസ്. കഴിഞ്ഞ ക്ലാസ്സിൽ 2 റേഷ്യോ ആണ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത 2 റേഷ്യോസ് ലിക്വിഡിറ്റി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ. ഈ 2 റേഷ്യോ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിലേതൊക്കെ വരും? ആക്ടിവിറ്റി റേഷ്യോയില് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇനി 2 റേഷ്യോ കൂടി ഉണ്ട്. അതിൽ 2 റേഷ്യോയില് ഇനി കൂടി പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് സോൾവെൻസി റേഷ്യോ. സോൾവെൻസി റേഷ്യോ, സോൾവെൻസി. ഫസ്റ്റ് പഠിച്ചത് എന്താ? ലിക്വിഡിറ്റി റേഷ്യോ. ലിക്വിഡിറ്റി റേഷ്യോ ഏതൊക്കെയായിരുന്നു? കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ. രണ്ടാമത്തത് ആക്ടിവിറ്റി റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോ പഠിച്ചതാണ് സ്റ്റോക്ക് ടേൺ ഓവർ, ഇൻവെന്ററി, അക്കൗണ്ട്സ് പേയബിള്, അക്കൗണ്ട്സ് റിസീവബിള്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഇനി മൂന്നാമത്തെ പഠിക്കുന്നതാണ് സോൾവെൻസി. സോൾവെൻസി റേഷ്യോ. സോൾവെൻസി റേഷ്യോ എന്ന് പറഞ്ഞാല് സോൾവെൻസി റേഷ്യോസ് ആൻഡ് Solvency ratio and profitability ratios are accounting ratios are calculated from the financial statement to arrive at a meaningful conclusion pertaining to liquidity, profitability and solvency. അതായത് ഒരു സ്ഥാപനത്തിന്റെ കടം വീട്ടാനുള്ള ശേഷിയും ലാഭശേഷിയും വിലയിരുത്തുന്ന അനുപാതം. സ്ഥാപനത്തിന് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാനുള്ള സ്ഥാപനത്തിന്റെ ശേഷി, സാമ്പത്തിക ശേഷി, ലാഭശേഷി, അത് കണ്ടുപിടിക്കുന്ന അനുപാതമാണ് എന്തെന്ന് പറയുന്നത്? സോൾവെൻസി റേഷ്യോ എന്ന് പറയുന്നത്. സോൾവെൻസി റേഷ്യോ 2 തരത്തില്: ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ, ഇത് 2 ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, പ്രൊപ്രൈറ്ററി റേഷ്യോ. Proprietary ratio, debt equity ratio, proprietary ratio. Debt equity ratio എന്ന് പറഞ്ഞാല് it is also known as a external to internal equity ratio. It is calculated to know the relative claims of outsiders and the owners against the firm's asset. അതായത് ഒരു സ്ഥാപനത്തിന് ബാഹ്യ ബാധ്യതകളും ഉണ്ടെങ്കിൽ ബാഹ്യബാധ്യതകളും ഓഹരി ഉടമകളുടെ ഫണ്ടും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കുക. അതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിന്റെ ബാഹ്യ ബാധ്യതകൾ, അത് സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ബാധ്യതകളല്ല, പുറമേ ഉള്ള ബാധ്യതകൾ. ഒരു സ്ഥാപനത്തിന്റെ ബാഹ്യ ബാധ്യതകളും പിന്നെ ഓഹരി ഉടമകളുടെ ഫണ്ടും തമ്മിലുള്ള അനുപാതം, ബന്ധം സ്ഥാപിക്കുക. അതിനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ വരുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ദീർഘകാല വായ്പകൾ വരാം. ദീർഘകാല വായ്പകള്, അതേപോലെ കടങ്ങള്, കടപ്പത്രങ്ങള് എന്നിവയാണ് എന്ന് പറയുന്നത് ബാഹ്യ ബാധ്യതകൾ എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് എന്താ? ബാഹ്യ ബാധ്യതകളും കമ്പനിയിലേക്ക് ഫണ്ട് കൊണ്ടുവന്ന ഓണേഴ്സ് കൊണ്ടുവന്ന ഫണ്ടും തമ്മിലുള്ള അംശബന്ധം. അപ്പൊ അതിൽ ദീർഘകാല വായ്പകൾ അല്ലെങ്കിൽ ബാഹ്യ ബാധ്യതകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാ? ദീർഘകാല വായ്പകളാവാം, കടങ്ങളാവാം, കടപ്പത്രങ്ങളാവാം. പിന്നെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാ? ഓഹരി, അവർ കൊണ്ടുവന്ന ഫണ്ട്, ഷെയറുകൾ, അതാണെന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാല് ഇക്വേഷൻ എന്ന് പറയുന്നത് ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട്. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് വെച്ചാല് കമ്പനിക്ക് പുറമേയുള്ള ബാധ്യത. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ബാഹ്യ ബാധ്യത. ബാഹ്യ ബാധ്യതകൾ എന്ന് പറഞ്ഞാല് കമ്പനിക്ക് പുറമേയുള്ള ബാധ്യത, കമ്പനിക്ക് പുറമേയുള്ള വ്യക്തികളുമായിട്ടുള്ള ബാധ്യതകളും
പിന്നെ കമ്പനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഉള്ളിലുള്ള ബാധ്യതകളായിരുന്നു, അതെല്ലാം ഔട്ട്സൈഡേഴ്സ് ഫണ്ട്, അതായത് കമ്പനിക്ക് പുറമേയുള്ള ബാധ്യത. ബാഹ്യ ബാധ്യത എന്ന് വെച്ചാൽ കമ്പനിക്ക് പുറമേയുള്ള ബാധ്യതകളും കമ്പനിയിലേക്ക് ഷെയർ കൊണ്ടുവന്ന പാർട്ട്നേഴ്സ് കൊണ്ടുവന്ന ഷെയറും തമ്മിലുള്ള അംശബന്ധം, അതിനെയാണ് എന്ത് പറയാ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അതിന്റെ ഇക്വേഷൻ എന്നത് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ദി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh ഉണ്ട്, ജനറൽ റിസർവ് 45,000, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് 30,000. അങ്ങനെ ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് എടുക്കാം. ഇതിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാ. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ ദീർഘകാല വായ്പകൾ, കടങ്ങളാണ് ഉൾപ്പെടുന്നത്. അത് ഇതിൽ ഏതൊക്കെയാ വരുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട്, ഔട്ട്സൈഡേഴ്സ് ഫണ്ടായിട്ട് ഇതിൽ വരുന്നത് ഡിബെഞ്ചർ വരുന്നുണ്ട്. ഡിബെഞ്ചർ 75,000, അത് മാത്രമേ ഉള്ളൂ. ഡിബെഞ്ചർ മാത്രമേ ഉള്ളൂ ഇതില്. കടപ്പത്രം ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ആയിട്ട് ഇത് വരുന്നത് ഡിബെഞ്ചർ മാത്രമുള്ളൂ. അപ്പൊ ഡിബെഞ്ചർ 75,000, അതാണ് ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ആയിട്ട് വരാം. ഔട്ട്സൈഡേഴ്സ് ഫണ്ട് 75,000. ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രോബ്ലം ആണ് ട്ടാ. പേജ് നമ്പർ 355. അതിൽ ഔട്ട്സൈഡേഴ്സ് ഫണ്ട് ആയിട്ട് വരുന്നത് ഡിബെഞ്ചർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഡിബെഞ്ചർ 75,000. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട് ഇത് വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരുന്നുണ്ട്, ജനറൽ റിസർവ് വരുന്നുണ്ട്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് വരുന്നുണ്ട്. 3 ഐറ്റം വരുന്നുണ്ട് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടായിട്ട്. ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വരുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh, ജനറൽ റിസർവ് 45,000 വരുന്നുണ്ട്. 45,000 പ്ലസ് പിന്നെ വരുന്നത് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അത് 30,000. അപ്പൊ ആൻസർ എത്ര വരും? 75,000 ഡിവൈഡഡ് ബൈ ഈ 3 ഐറ്റം കൂടെ ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടുക? 1,75,000. 1,75,000. ആൻസർ 3:7 വരും. 75,000 1,75,000, അതായത് 30 പോവും. പിന്നെ 75 25 എത്ര പ്രാവശ്യം പോവും? 3 ടൈം. കേട്ടാ, 75 25 എത്ര പ്രാവശ്യം പോവും? 3 പ്രാവശ്യം. 25 പ്ലസ് 25 50, 50ഉം 25ഉം 75, അതാണ് 3. പിന്നെ 175 25 7 പ്രാവശ്യം പോവും. അപ്പൊ 3/7 ആണ് കിട്ടുക. 3/7 എന്ന് വെച്ചാല് 3:7. നെക്സ്റ്റ് രണ്ടാമത്തെ റേഷ്യോ വരുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാല് it is also known as equity ratio. This ratio establishes the relationship between shareholders fund to total asset of the firm. അതായത് ഓഹരി ഉടമകളുടെ ഫണ്ടും, പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാല് ഓഹരി ഉടമകളുടെ ഫണ്ടും സ്ഥാപനത്തിന്റെ ആകെ ആസ്തികളും തമ്മിലുള്ള ബന്ധം. അതാണ് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാല് ഓഹരി ഉടമകളുടെ ഫണ്ടും സ്ഥാപനത്തിന്റെ ആകെ ആസ്തികളും തമ്മിലുള്ള അംശബന്ധം, അതിനെയാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ is equal to shareholders fund divided by total asset. Shareholders fund divided by total asset.
ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ്. അതാണ് എന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാവാം? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റല്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റല്, റിസർവ് ആൻഡ് സർപ്ലസ്. ഇത്രയുമാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിന്റെ ഒപ്പം ആഡ് ചെയ്യും. അക്യുമുലേറ്റഡ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. മൈനസ് ചെയ്താലാണ് എന്ത് കിട്ടാ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടാ. ടോട്ടൽ അസെറ്റ് എന്ന് വെച്ചാൽ കറന്റ് അസെറ്റ് പ്ലസ് ഫിക്സഡ് അസെറ്റ്. അതാണ് എന്തെന്ന് പറയുന്നത് ടോട്ടൽ അസെറ്റ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 2 ഉണ്ട്. ഇത് വളരെ സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 അതിൽ പറയുന്നത് കാൽക്കുലേറ്റ് ഫ്രം ദി ഫോളോയിങ് കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ. പേജ് നമ്പർ 356 356. അതിൽ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസെറ്റ്. ഇതിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ വരും, റിസർവ് ആൻഡ് സർപ്ലസ് വരും. ഈ 3 ഐറ്റം കൂടി ടോട്ടൽ ചെയ്യാം. ഈ 3 എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ഇതില് 3 എമൗണ്ട് കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 1,75,000 കിട്ടും. ഇതിൽ ടോട്ടൽ അസെറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് അസെറ്റും കറന്റ് അസെറ്റും. അത് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫിക്സഡ് അസെറ്റും കറന്റ് അസെറ്റും 1,25,000 50,000. അപ്പൊ ടോട്ടല് എത്ര വരും? 1,25,000. ഫിക്സഡ് അസെറ്റ് 1,25,000. പിന്നെ കറന്റ് അസെറ്റ് 50,000. പിന്നെ ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് അസെറ്റാ. ഇൻവെസ്റ്റ്മെന്റ് കറന്റ് അസെറ്റ് ആണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റും എന്റെ ആഡ് ചെയ്യണം. ഫിക്സഡ് അസെറ്റ് പ്ലസ് കറന്റ് അസെറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ എത്ര ഇടും? 2,50,000 കിട്ടും ടോട്ടൽ അസെറ്റ്. ഈ ക്വസ്റ്റ്യനിൽ ടോട്ടൽ അസെറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫിക്സഡ് അസെറ്റ്, കറന്റ് അസെറ്റ്, ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ 2,50,000 കിട്ടും. അപ്പൊ 1,75,000 ഡിവൈഡ് ബൈ എന്ത് വരും? 2,50,000. എന്റെ ആൻസർ ഏതാ? കാൽക്കുലേറ്റ് ചെയ്തിട്ട്. ഇനി മൂന്നാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. മൂന്നാമത്തെ റേഷ്യോ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. മൂന്നാമത്തെ 4 റേഷ്യോ ആണുള്ളത്. ലിക്വിഡിറ്റി റേഷ്യോ, ആക്ടിവിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. ഇതിൽ 4ാമത്തെ റേഷ്യോ ലാസ്റ്റത്തത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാല് ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രോഫിറ്റ്. This ratio examines the current operating performance and efficiency of the business concerned. These ratios are helpful for the management to take remedial measures if there is a declining trend. പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ലാഭക്ഷമത അനുപാതങ്ങൾ. അതാണ് ഇതിന് പറയുന്നത്. ലാഭക്ഷമത അനുപാതങ്ങൾ എന്ന് പറഞ്ഞാല് സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിലുള്ള കാര്യശേഷിയും നടത്തിപ്പും. സ്ഥാപനത്തിന്റെ നടത്തിപ്പിലുള്ള കാര്യശേഷി, പ്രവർത്തനത്തിലുള്ള കാര്യശേഷി, സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിലുള്ള കാര്യശേഷിയും അതിന്റെ നടത്തിപ്പും തമ്മിലുള്ള ബന്ധം വിലയിരുത്തുക. അതിനെയാണ് എന്താ പറയാ? പ്രോഫിറ്റബിലിറ്റി റേഷ്യോ അല്ലെങ്കിൽ ലാഭക്ഷമത അനുപാതങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റബിലിറ്റി റേഷ്യോനെ വീണ്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, പിന്നെ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാല് മൊത്താദായ അനുപാതം. മൊത്താദായ അനുപാതം വെച്ചാൽ മൊത്ത ആദായവും വിൽപ്പനയും തമ്മിലുള്ള വ്യത്യാസം. അതിനാണ് എന്ത് പറയാ? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഫസ്റ്റത്തെ റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാല് മൊത്ത ആദായവും, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാല് മൊത്ത ആദായവും സ്ഥാപനത്തിന്റെ മൊത്ത ആദായവും വിൽപ്പനയും തമ്മിലുള്ള അംശബന്ധത്തെയാണ് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്.
സ്ഥാപനത്തിന്റെ മൊത്തം ആദായവും വിൽപ്പനവും തമ്മിലുള്ള അംശബന്ധം, അതിനാണ് ഇത് പറയാ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസ് ഈക്വൽ ടു എന്താ പറയാ, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്, നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതാണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് സെയിൽസ് എങ്ങനെ കാണാം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, നെറ്റ് സെയിൽസ് എന്ന് വെച്ചാൽ ടോട്ടൽ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ ടോട്ടൽ സെയിൽസിന് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അതാണ് എന്ത് പറയുന്നത്? നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, നെറ്റ് സെയിൽസിൽ നിന്നും ചെലവുമായി ബന്ധപ്പെട്ട സെയിലുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് സെയിൽസുമായി ബന്ധപ്പെട്ട ചെലവുകളൊക്കെ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഇതിലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 3 പേജ് നമ്പർ 357 അതില് തന്നിട്ട് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറയും. 2 വർഷത്തെ ഗ്രോസ് പ്രോഫിറ്റും റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അത് ഇക്വേഷനിൽ കൊന്നത് ഇട്ടുകൊടുത്താൽ മതി. കണ്ട 2 വർഷത്തെ കാണാം, 2013 2014. അപ്പൊ എങ്ങനെ കാണാം? ഓരോ വർഷത്തെയും കാണാം. ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. 2013 ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പൊ 40,000 ഡിവൈഡ് ബൈ 1,20,000 into 100. മറ്റേ 2014 ആണെങ്കിൽ 60,000 ഡിവൈഡ് ബൈ 1,60,000 into 100. ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ ഇത് എളുപ്പത്തിൽ ചെയ്യാം. അടുത്ത പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4. അതിൽ സെയിൽസും സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ സെയിൽസും സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ടെങ്കിൽ നെറ്റ് സെയിൽസ് കാണാം. നെറ്റ് സെയിൽസ് കാണാനായിട്ട് ടോട്ടൽ സെയിൽസിന്റെ എമൗണ്ടിൽ നിന്ന് സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 3,25,000 25,000 മൈനസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 3 lakh. അതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് സെയിൽസ് 3 lakh കിട്ടി. നെറ്റ് സെയിൽസ് 3 lakh. പിന്നെ കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്ര കിട്ടിയ? 2,40,000 അല്ലെ? അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണും? ഗ്രോസ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. നെറ്റ് സെയിൽസ് ടോട്ടൽ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? നെറ്റ് സെയിൽസ് കിട്ടി. ഈ നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ചെയ്യാം. 3 lakh നിന്ന് 2,40,000 മൈനസ് ചെയ്യാം. അപ്പൊ അത് കിട്ടും 60,000 കിട്ടും. ഈ 60,000 ആണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതും? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഫ്രം റവന്യൂ, കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. അപ്പൊ 60,000 ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ 3 lakh. നെറ്റ് സെയിൽസ് ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടി? നെറ്റ് സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ മൈനസ് ചെയ്ത് 60,000 കിട്ടി. അപ്പൊ 60,000 ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ്, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ അല്ലേ? അപ്പൊ 3 lakh. അപ്പൊ 60,000 ഡിവൈഡ് ബൈ 3 lakh into 100. അപ്പൊ 20% ആൻസർ കിട്ടും. അടുത്ത പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ മൂന്നാമത്തെ റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ.
നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വെച്ചാല് പ്രവർത്തന ലാഭവും വിൽപ്പനവും തമ്മിലുള്ള ബന്ധം. അതാണ് എന്ത് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വെച്ചാല് അറ്റാദായവും വിൽപ്പനവും തമ്മിലുള്ള അംശബന്ധം. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ വെച്ചാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കൂലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിൽ വരുന്ന അറ്റാദായവും വിൽപ്പനയും തമ്മിലുള്ള എന്ത് ഗണിത ബന്ധത്തെയാണ് എന്ന് പറയാ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോന്റെ ഇക്വേഷൻ എന്നുള്ളത് നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അതാണ് ഇത് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ക്വസ്റ്റ്യൻ നമ്പർ 5 എളുപ്പമാണ്. നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ഈ നെറ്റ് സെയിൽസ് കാണാൻ എന്ത് ചെയ്യാ, സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യാ, മൈനസ് ചെയ്യാ. അപ്പൊ എന്ത് കിട്ടും, നെറ്റ് സെയിൽസ് കിട്ടും. നെറ്റ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. അപ്പൊ ഇനി നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കാണാം. 45,000 ഡിവൈഡഡ് ബൈ 6 lakh ഇൻറ്റു 100. അപ്പൊ എത്ര കിട്ടും, 7.5% കിട്ടും. അടുത്ത പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഇതും കൂടെ ഉള്ളു എക്സാമിന് പ്രോബ്ലം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് പ്രോബ്ലം വരാറില്ല എക്സാമിന്. അടുത്ത പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. 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 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ പ്രവർത്തന ലാഭവും നഷ്ടവും തമ്മിലുള്ള അംശബന്ധം. അതിനാണ് പറയാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ പ്രവർത്തന ലാഭാനുപാതം. സ്ഥാപനത്തിന്റെ പ്രവർത്തന ലാഭവും വിൽപ്പനയും തമ്മിലുള്ള ബന്ധം. ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തന ലാഭവും വിൽപ്പനയും തമ്മിലുള്ള അംശബന്ധത്തെയാണ് ഇത് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് വെച്ചാൽ നെറ്റ് സെയിൽസ് തന്നെ ഉണ്ടാവും. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100. അതായത് നെറ്റ് സെയിൽസ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഗ്രോസ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് മൈനസ് സെല്ലിംഗ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും ഒക്കെ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാം, എല്ലാ എക്സ്പെൻസുകളും അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, സെയിലുമായി ബന്ധപ്പെട്ട എല്ലാ എക്സ്പെൻസുകളും എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അതിനെ എന്ത് പറയാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇതിലുണ്ട് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് മൈനസ് സെല്ലിംഗ് എക്സ്പെൻസ്. അതിനെയാണ് എന്ത് പറയാ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഇതില്
ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. പേജ് നമ്പർ 359. അതിൽ കാൽക്കുലേറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് സെയിൽസ് 3 lakh, ഗ്രോസ് പ്രോഫിറ്റ് 1,20,000, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 35,000, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 25, ഇൻകം ഓൺ ഇൻവെസ്റ്റ്മെന്റ് 15,000, ലോസ് ബൈ ഫയർ 9,000. ഇതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ വെച്ചാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇൻറ്റു 100 ആണ്. ഇതിൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ആയ നെറ്റ് സെയിൽസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസും സെല്ലിംഗ് എക്സ്പെൻസും മൈനസ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് ഇതിൽ 1,20,000 ആ. ഗ്രോസ് പ്രോഫിറ്റ് 1,20,000 മൈനസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് 35,000 മൈനസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് 25,000. അപ്പോൾ രണ്ടിന് എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷൻ സെല്ലിങ്ങിന്റെ എക്സ്പെൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ 60,000 കിട്ടും. അത് 60,000 ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 1,20,000 ഡിവൈഡ് ബൈ മൈനസ് 60,000. അപ്പൊ എത്ര കിട്ടും? 60,000 കിട്ടും. എന്നിട്ട് അത് ഇക്വേഷനിൽ കൊടുക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇപ്പൊ കണ്ടുപിടിച്ചു 60,000. ഈ 60,000 ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് ഇതില്. അപ്പൊ 60,000 ഡിവൈഡ് ബൈ 3 lakh ഇൻറ്റു 100 എത്ര കിട്ടും? ആൻസർ 20% കിട്ടും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. അക്കൗണ്ടിങ് റേഷ്യോസിന്റെ ലിമിറ്റേഷൻസ് എന്താണ്? അക്കൗണ്ടിങ് റേഷ്യോസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്താണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഇഗ്നോറൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്. ഇഗ്നോറൻസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാല് സംഖ്യാപരമായ സംഗതികൾ മാത്രം എന്ത് ചെയ്യുന്നു? ആശ്രയിക്കുന്നു. ക്വാളിറ്റിയെ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. ക്വാളിറ്റി നോക്കുന്നില്ല, ക്വാണ്ടിറ്റി മാത്രം നോക്കുള്ളൂ. കണക്കുകള്, എണ്ണം അത് മാത്രമേ നോക്കുള്ളൂ. ക്വാണ്ടിറ്റി മാത്രം നോക്കുന്നുള്ളൂ. ക്വാളിറ്റി അവിടെ ചെക്ക് ചെയ്യുന്നില്ല. അതാണ് സംഖ്യാപരമായ സംഗതികൾ മാത്രമേ വിലയിരുത്തുന്നുള്ളൂ. ക്വാളിറ്റി അവിടെ ചെക്ക് ചെയ്യുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇഗ്നോറൻസ് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ്. അതായത് റേഷ്യോ കണക്കാക്കുമ്പോൾ പൊതുവായ മാനദണ്ഡങ്ങളിൽ വില നിലവാരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പരിഗണിക്കില്ല. ഇഗ്നോറൻസ് ഓഫ് പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ന് വെച്ചാല് വിലയിലുണ്ടാകുന്ന മാറ്റം നമ്മൾ റേഷ്യോ കണക്കാക്കുമ്പോൾ അത് നോക്കുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് എന്നത് നോ സിംഗിൾ കോൺസെപ്റ്റ്. ഈ റേഷ്യോക്ക് പൊതുവായ മാനദണ്ഡങ്ങളില്ല. അതിന് ഒരു പൊതുവായ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസോ റൂൾസോ ഒന്നും അക്കൗണ്ടിങ് റേഷ്യോസിനില്ല. അക്കൗണ്ടിങ് റേഷ്യോസിന് അതിൻ്റെതായ ഒരു അക്കൗണ്ടിങ് റൂൾസോ തത്വങ്ങളോ ഒന്നുമില്ല. ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് അവർ റേഷ്യോകൾ കണക്കാക്കുന്നത്. അപ്പൊ അതിന് പ്രത്യേകം എന്തുണ്ട്? ഒരു പ്രിൻസിപ്പളോ റൂളോ കീപ്പ് ചെയ്തിട്ടല്ല, ഒരു മാനദണ്ഡം ഒന്നും ഇല്ല അക്കൗണ്ടിങ് റേഷ്യോസിന്. ഓരോ സ്ഥാപനത്തിനും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? അക്കൗണ്ടിങ് റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നാലാമത്തെ പറയുന്നത് മിസ്ലീഡിങ് റിസൾട്ട്സ് ഇഫ് ബേസ്ഡ് ഓൺ ഇൻകറക്റ്റ് അക്കൗണ്ടിങ് ഡാറ്റ. അതായത് അക്കൗണ്ടിങ്ങിൽ കണക്കുകൾ എഴുതുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ആ തെറ്റ് പിന്നെ എന്ത് ചെയ്യും? ഒരു വലിയ റേഷ്യോ കണക്കാക്കുമ്പോൾ ആ റേഷ്യോയിലും എന്ത് വരും? ആ തെറ്റ് സംഭവിക്കുന്നു. പിന്നീട് നമുക്ക് ആ തെറ്റ് കണ്ടെത്താനോ തെറ്റ് റിമൂവ് ചെയ്യാനോ പറ്റില്ല.
അടുത്ത പറയുന്നത് നോ സിംഗിൾ സ്റ്റാൻഡേർഡ് റേഷ്യോ ഫോർ കമ്പാരിസൺ. അതായത് റേഷ്യോകൾ ഇപ്പൊ 2 വർഷത്തെ ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ 2 വർഷത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്താൽ അത് കമ്പയർ ചെയ്യാനായിട്ടുള്ള താരതമ്യം ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് ഇല്ല, ഒരു നിലവാരമില്ല. കമ്പയർ ചെയ്യാനായിട്ട് ഒരു നിലവാരം ഉണ്ടായിരിക്കില്ല. പിന്നെ അത് പറയുന്നത് ഡിഫിക്കൽറ്റി ഇൻ ഫോർകാസ്റ്റിംഗ്. റേഷ്യോകളുടെ അടിസ്ഥാനത്തിൽ ഭാവി ആസൂത്രണം ചെയ്യാൻ പറ്റില്ല. റേഷ്യോകളുടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ പ്രോഫിറ്റ് റേഷ്യോയുടെ ആൻസർ നോക്കിയിട്ട് നമുക്ക് ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ബിസിനസിന്റെ ഭാവിയിലെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൂടുതലാണെങ്കിൽ അടുത്ത വർഷം ഗ്രോസ് പ്രോഫിറ്റ് കൂടുതലായിരിക്കും കുറവായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അത് വെച്ചിട്ട് ചിലപ്പോ കൂടാം, ചിലപ്പോ കുറയാം. ബിസിനസ്സാണ്, നമുക്ക് ഭാവിയിൽ എന്താ സംഭവിക്കുന്നത് മുൻകൂട്ടി പറയാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസിന്റെ ഭാവി ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിസിനസ് എന്ന് പറയുന്നത് എന്താ, എപ്പോഴും റിസ്ക് ആണ്. അത് റിസ്ക് എന്ന് വെച്ചാൽ എന്താ, ചിലപ്പോ ലാഭം വരാം, ചിലപ്പോ നഷ്ടം വരാം. അതാണ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഭാവിയിലെ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആസൂത്രണം ചെയ്യാനായിട്ട് സാധിക്കില്ല.